കൊണ്ടുവരാൻ പറ്റും. അയ്യോ ദേ മുണ്ട മുഴുവൻ ചെളി. ഇതുകൊണ്ട് എന്നെ എക്സൈറ്റേഷനിൽ തെറി വിളിച്ചു. ഞാൻ അയ്യോ സൂചേട്ടാ, സൂചേട്ടൻ എന്താ പറ്റി? എന്റെ സൂചേട്ടാ, ഞാനെങ്ങനെ സഹിക്കൂ? നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് അറിഞ്ഞപ്പോ തന്നെ സന്തോഷായി. അവക്ക് ഈ ഒരു പ്രേമം മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂന്നേ. ആ ഇനി ഒരു കുഴപ്പമുണ്ടാവില്ല. ഞാൻ അവളോട് സംസാരിച്ചു, അവക്ക് കല്യാണത്തിന് സമ്മതം. അവനെ ഓടിക്കളഞ്ഞടി. ഒറ്റ ഓട്ടം. പാവം. അല്ലെങ്കിലും നിന്റെ ഫാമിലി ബാങ്കോട് വെച്ചിട്ടേ ഇങ്ങനത്തെ മെമ്മറി സെറ്റ് ആവും. നീ വല്ല ഗുണ്ടുകളെയും പ്രേമിക്കണം. എന്തൊരു ഐഡിയ അടി. നീ എന്തിനൊക്കെ ഐഡിയ ഒക്കെ പറഞ്ഞിരുന്നേ? എനിക്കൊരു റാപ്പർ ആവണം. നീ രക്ഷപ്പെട്ടു വേണം എനിക്ക് രക്ഷപ്പെടാൻ. ആണല്ലേ? നീ എനിക്ക് ഇങ്ങനെ ഐഡിയ പറഞ്ഞതിന് പകരം നിനക്ക് വല്ല ഡാപ്സിക്കോ ഹനുമാൻ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചൂടെ? ബിഗ് സ്റ്റോപ്പാ. അങ്ങോട്ട് പറയും, ഇങ്ങോട്ട് വേണ്ട കേട്ടാ. വേണ്ട, ഗുണ്ടല്ലേ? കണ്ടുപിടിച്ചാ അടങ്ങ്. ആക്സിലേറ്റർ ടൈറ്റാ, സീറ്റ് ഹാർഡാ, ഫുള്ള് ഗ്യാപ്പാണല്ലോ. കണ്ണാടി കൊള്ളാം. ഇടർക്കടാ എന്റെ അടുത്ത് പ്രാന്തല്ലേ കേട്ടോ, എല്ലാം കൂടി വലിച്ചോർത്തി പള്ളേ കളഞ്ഞു. എന്തിന്? എന്റെ വണ്ടി ഞാൻ ഓടിക്കോളൂ. ഒന്ന് ഓടിച്ചു നോക്കട്ടെ, വല്ല കുഴപ്പമുണ്ടോ നോക്കാലോ. ഓടിച്ചോക്കി കുഴപ്പമുണ്ടെന്ന് പറയുന്നത് വർക്ക്ഷോപ്പ് ഒന്നല്ല, കാറ്ററിംഗ് അല്ലേ. ഒറ്റക്കാലയിലാണേലും അഹങ്കാരത്തിന് സ്വാതന്ത്ര്യ സമരത്തിന് പോയിട്ടൊന്നുമല്ലല്ലോ. കള്ളോടിച്ചത് എങ്ങനെ വേണല്ലേ? വയ്യാത്തൊരു കൊച്ച്. സുജിത് കുമാറിനൊരു കത്തുണ്ട്. ഞാനൊന്നുമല്ല സുകുമാർ. ഹലോ, അത് ഞാനാ. ഇത്ര അടിപൊളി പേരുണ്ടായിരുന്നോ സൂചേട്ടൻ? ഇത് ഇട്ട പേരിട്ടെ. ഇതെന്റെ മരിച്ചുപോയ കൂട്ടുകാരന്റെ പേരാ. എന്റെ സുഖു. അമ്മ മാങ്ങ കൊണ്ടവളെ. ഒരു മിനിറ്റ് പോലേട്ടാ ചക്കയുടെ ആരാ. ഇത്ര എണ്ണം ഉണ്ടായിട്ടാണോ സൂചേട്ടാ? അന്ന് വന്ന കല്യാണക്കാരി എന്തായി മോളെ? അത് പോയി, വേറെ നോക്കുന്നുണ്ടമ്മ. ആലോചിക്കുമ്പോ ടെൻഷനാ. നമുക്ക് ഈ മനുഷ്യന്മാരുടെ ഉള്ളിൽ കാണാനൊന്നും പറ്റില്ലല്ലോ. അതും ശരിയാ. നീ കണ്ടറിഞ്ഞു ചെയ്യും മോളെ. സുഖിച്ചേട്ടന്റെ ഉള്ളാകുമ്പോ ഈ പഞ്ചായത്ത് മൊത്തം കണ്ടതാണല്ലോ. എടാ ഞാൻ പോണേ. അമ്മ പോട്ടെ, വേം വാ. എന്തി പോയ കിളിയൊക്കെ ഇന്ന് ഇപ്പോ ഇവിടെ വെച്ച് കാശ് തന്നാ നിന്റെ പ്രശ്നം. അല്ല ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ തല ഇവിടെ കിടന്നു. ഉറപ്പല്ലേ? അയാൾ ഓക്കെ ആയിരിക്കല്ലോ അല്ലേ? അയാൾ കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ നീ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കണം അപ്രോച്ച് ചെയ്യേണ്ടത്. സ്റ്റെപ്പ് 1 ചിരി, സ്റ്റെപ്പ് 2 നമ്പർ വയ്ക്കണം, സ്റ്റെപ്പ് 3 പ്രേമം, സ്റ്റെപ്പ് 4 ഒളിച്ചോട്ടം. ഇന്നിപ്പോ സ്റ്റെപ്പ് 1 മാത്രം മതി. പൊക്കോ. തിരിച്ചേക്കണേ. എന്താടാ എടാ നീ കരഞ്ഞുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. എനിക്ക് അങ്ങനെ യാതൊരു വികാരവും ഇല്ല. മനസ്സിലായോടാ? എന്താടാ മധുര മധുര മൃദു മമ മീനാക്ഷി. എനിക്ക് ചേട്ടനോട് ഭയങ്കര ആരാധന. മധുര മധുര മൃദു മമ മീനാക്ഷി.
ഈ ആരാധന എന്ന് വെച്ചാ ഈ ഈ പ്രേമം. പ്രേമം പ്രേമം എന്തോടെ നോക്കണ എന്ന് മുതലാണ് ഈ പ്രേമം? ചേട്ടന്റെ നമ്പർ എന്ന് പറഞ്ഞേ? 8606600. ഓക്കേ, ഓക്കേ. അല്ല, ഞാൻ വിളിക്കാട്ടോ. അപരിചിതമായ സ്ത്രീക്ക് നമ്പർ കൊടുക്കണ്ടായിരുന്നു. ആശാനാ തുപ്പലോടച്ചിട്ട് പറ. ഒന്നുമില്ല. നീ എങ്ങോട്ട് പാടാ? ഗൂഗിൾ പേ ചെയ്യടാ. ഇതാണ് നിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഈവൻ ഇത്രയൊക്കെ മതി. കൊട്ടാരക്കര കുണ്ടാവിള വീട്ടിൽ ബാബുവിന്റെയും രാധയുടെയും ഇളയ മകനായ ശ്രീജിത്ത് ബാബു മോനുസിന് സുഗു സുജിത് കുമാർ ആൻഡ് ഫ്രണ്ട്സിന്റെയും അനിത സ്റ്റിക്കർ വർക്കിന്റെയും ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു ശ്രീജിത്ത് ബാബു. ഒന്ന് അനങ്ങി ചെയ് സൂചേട്ടാ. ഏത്? ഇത് ഈ അവസാനത്തെ മറ്റേ അനങ്ങി ചെയ്യാൻ. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. എന്റെ പൊന്നു സുമേ, ഇതിന് നന്നാക്കാനൊന്നും പറ്റൊന്നുമില്ല. ഇതിന്റെ മോട്ടറൊക്കെ പോയി. ഒരു പഴയ മോട്ടർ വെച്ച കുഞ്ഞായി. ഇനി ഈ മിക്സിയുടെ ആകെയുള്ളത് ഇതാ ഇതാ. അതൊന്നും എനിക്കറിയണ്ട. എനിക്ക് വൈകുന്നേരം ചമ്മന്തി അരയ്ക്കാനുള്ള ചമ്മന്തി ഞാൻ വീട്ടിൽ നിന്ന് അടിച്ചോണ്ട് തന്നാ മതിയോ? എന്നെ ഇന്നൊന്ന് രക്ഷപ്പെടുത്താൻ. അതൊരു 7:30 ആകുമ്പോ കൊണ്ടുവന്നാ മതി. 7:30. ഞാൻ തമാശ പറഞ്ഞാ. ബാബു മോനൂസ്. ഇതിങ്ങനെ തുറന്നു വെച്ചോണ്ടുള്ള കാര്യമുണ്ടോ സൂചേട്ടാ? അതെ, ഈ ഫോണിന്റെ ബാക്കിൽ ഫോട്ടോ പ്രിന്റ് ചെയ്യുന്നൊരു മിഷൻ വരുന്നുണ്ട്. അത് വന്നാൽ പിന്നെ ഞങ്ങളെ പിടിച്ചാൽ കിട്ടത്തില്ല. ബാക്കിൽ ഇങ്ങനെ വരും കവർ. സൂചേട്ടാ, എനിക്ക് വീട്ടില് കല്യാണം നോക്കുന്നുണ്ട്. നല്ല ചെറുക്കന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ പറ. വലിയ വരുമാനമുള്ള കടയൊന്നും വേണമെന്നില്ല. എനിക്ക് ജോലിയുണ്ടല്ലോ. ശരിയാണ്. മാങ്ങാ ചമ്മന്തി മതിയേ. 7:30. പാവം, നല്ലൊരു പയ്യനെ കണ്ടുപിടിക്കണോടാ. നമ്മുടെ പരിചയത്തിൽ ആരെങ്കിലും പയ്യന്മാരുണ്ടാവും? എടാ എന്നോട് അവളുടെ വീട്ടിൽ ചെന്ന് പെണ്ണു വയ്ക്കാനാ പറഞ്ഞത്. ഈ ചേട്ടൻ്റെ കടയിൽ ഒരു കുഴപ്പമില്ലെന്ന്. ഇടത് സുധാകരന്റെ പെങ്ങളാണ്. സുധാകരന്റെ പെങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ പെങ്ങളാണ്. പിന്നെ കടയുടെ ഈച്ചിരിക്കണ കേസൊക്കെ നാളെ കോയമ്പത്തൂർ പ്രിന്റർ കൊണ്ട് വരുമ്പോഴേക്ക് മാറും മൊത്തം. കോയമ്പത്തൂരാണ്. ഞാനും കൂടി ട്രെയിൻ വന്നു തിരിച്ച്. ട്രെയിനാ? ബുള്ളറ്റ് ഉള്ളപ്പോഴാ? എടാ ബുള്ളറ്റിന് പോടാ. നമ്മൾ രണ്ടുപേരും കൂടിയാ. അപ്പൊ ഇവനെ കൊണ്ടുപോണ്ടേ? അവനെ കൊണ്ടുപോകാം. അവനെന്തിനും ആവശ്യത്തിന് ഉപയോഗിക്കാലോ. എടാ ഞാൻ മാത്രം വേണ്ടി എടുക്കാം. തമിഴ്നാട്ടിലെ കല്ലുണ്ട് ടെസ്റ്റ് ചെയ്യാം. എന്നാ രാവിലെ പോയേക്കാം. നീ മാത്രം വേണ്ടി എടുക്ക. ഇതെന്താണിത്? വീണ്ടും വീണ്ടും ചിക്സ. അതിനിപ്പോ എന്താണ്? ആശാൻ സുന്ദരനല്ലേ ചേച്ചി? എടാ ഇവള് മറ്റന്നാളിലെ വരാന്ന് പറഞ്ഞ. ഇനി ഇന്നാണ് മറ്റന്നാള്? ഇന്നൊന്നുമില്ല, മറ്റന്നാൾ. എടാ അത് മറ്റന്നേല്ലേ? അത് മറ്റന്നേണ്. പേരെന്തായിരുന്നു അവളുടെ പേര്? ആശാൻ എന്താണ് ഈ ആലോചിക്കണം? അവളൊന്ന് വിളിച്ച് എണീപ്പിക്ക്. എടാ അവളുടെ പേരെന്തായിരുന്നു? ഇവളുടെ പേര് എനിക്കറിയായിരുന്നു. എടാ എന്താണ് ചാവച്ച് എന്താണ്ട് ഒരു പേരായിരുന്നു. എന്തെങ്കിലുമൊക്കെ വിളിച്ച് അവളൊന്ന് എണീപ്പിക്കാശാനെ. എടാ നമ്മൾ വിശ്വസിച്ചു ഒരു പെണ്ണിറങ്ങി വന്നിട്ട് അവളുടെ പേരറിയില്ലെന്ന് വെച്ചാൽ മോശമല്ലടാ. എന്റെ പൊന്ന് പാച്ച സ്ഥലമില്ലാത്ത സ്ഥലത്ത് ഓരോ സാധനം മേടിച്ചോണ്ടെന്ന് ഇതൊക്കെ ചുമന്നോട് എടുക്കണേ എന്തൊരു കഷ്ടമാണ്. ഇതാരത്? രാജസ്ഥാനിലെ രാജാവാ. രാര. പാച്ച രണ്ടെണ്ണം അടിക്കണ്ട കോയമ്പത്തൂർ വന്നിട്ട് വാ. സൂചേട്ടാ, ചേട്ടൻ പറഞ്ഞിട്ടില്ല ഞാൻ നിർത്തിയത്. എന്നിട്ട് ഇപ്പൊ ചേട്ടൻ തന്നെ എന്നെ കൊണ്ട് അടുപ്പിക്കാൻ പോവാണോ? പാച്ച, ഈ ജീവിതം എന്ന് പറയണതേ ചിലപ്പോഴൊക്കെ ആഘോഷിക്കാൻ കൂടിയുള്ള, ചിലപ്പോഴൊക്കെ ഇന്നാണ് നിന്റെ ചിലപ്പോഴൊക്കെ. വാങ്ങട പാച്ച. ഇനി അടിക്കണമല്ലോ.
താങ്ക്സ് വെച്ചേട്ടാ. ചിലപ്പോഴൊക്കെട്ടാ. ലാസ്റ്റ് പെക്ക്. ആ സൂച്ചേട്ടാ ഒരെണ്ണം മേടിച്ചാലോ? ചിലപ്പോഴൊക്കെ. ഇതിപ്പോ എത്ര നേരം ആശാൻ ഈ കിടന്ന് ആലോചിക്കാൻ തുടങ്ങിയിട്ട്. പേരറിയാൻ പാടില്ലെന്നല്ലേ ഉള്ളു. അവളൊന്ന് തോണ്ടി വിളിച്ച് എണീപ്പിക്കാൻ പാടില്ല. ആ ഒന്നും ശരിയാവില്ല. എന്താണ് ആശാനെ? കെട്ടാമണ പെണ്ണല്ല ആശാൻ. അങ്ങോട്ട് തട്ടി വിളി ആശാനെ. മനുഷ്യനെ ടെൻഷനാക്കണ്ട, തട്ടി വിളിക്കാതെ. ഞാൻ മോളെ ചക്കരയാ. പീറ്ററിനെ പോന്നു. അതിപ്പോ ഞങ്ങള് ജസ്റ്റ് ഇപ്പൊ വന്നുള്ളൂ. ആ കുട്ടി പറഞ്ഞോളൂ. കുഴപ്പമില്ല. ഇപ്പൊ കല്യാണം. എടാ ജാഫറാണല്ലോ. ജാഫറെ അണത്തിനിടെ എങ്ങനെയാണ് ഞാൻ ഡീൽ ചെയ്തോളാം. എന്താന്ന് വെച്ചാൽ ജാഫർ എന്നെ കൈവിടില്ലല്ലോ അല്ലേ? ഒരിക്കലും കൈവിടില്ല. അത് മതി. പേര് ഷിബ ബേബി. ബേബി. ആ ബേബി, അതാണ് എന്റെ ഡാഡി. റിയൽ ബേബി. ഡാഡി 2 minutes. വിട്ടേ മോളെ. ബാക്കിയുള്ളവർ വാ. പോരട്ടെ, come on. ജാഫറെ അവിടേക്ക്. ജാഫറെ. ജാഫറെ ഹായ് ജാഫർ. എന്താണ് ഇത്? ജാഫറെ, നീയും ഗുണ്ട, ഞാനും ഗുണ്ട. ഒരു ഗുണ്ട വേറൊരു ഗുണ്ടയുടെ ലൗകിക ജീവിതം തകർക്കാൻ നോക്കരുത്. എന്നെ പൊന്നു ജാഫറെ, നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ പറയണത്. ഇവളൊക്കെ കെട്ടി നിന്റെ ജീവിതം വെറുതെ പെയിൻഫുൾ ആക്കണം. അയ്യോ, ഇങ്ങനൊന്നും പറയില്ല ജാഫ്രിക്ക. പറയാതെ പിന്നെ ഇവളെ കെട്ടിക്കഴിഞ്ഞാ ഇവള് പഠിക്കാനാണ് കോളേജിലേക്കാണെന്ന് പറഞ്ഞ് ഇവിടുന്ന് പോകും. അവസാനം വല്ല വയ്യന്മാരോട് ഒളിച്ചോടി പോയി കഴിഞ്ഞാ നിന്റെ ജീവിതം വെറുതെ കോഞ്ഞാട്ടാവൂട്ടാ. എടാ, അവളെ പഠിക്കാനൊന്നല്ല, പച്ചക്കറി വാങ്ങാൻ പോലും ഞാൻ അയക്കില്ല. എന്റെ രാജകുമാരി അവൾക്ക് വീട്ടിൽ നിന്ന് പോലും പുറത്തിറങ്ങേണ്ടി വരില്ല. ഓക്കെ, എതിർത്താൽ പഴയതൊക്കെ ഓർമ്മയുണ്ടല്ലോ. നിന്നെ മൂക്കിടിച്ച് പിടിച്ച് താടി പിടിച്ച് കറക്കി ഞാൻ വലിച്ചെറിയോടാ. നീ ഡയലോഗ് എടുത്തിട്ട് ആക്ഷനിലേക്ക് വാടാ, ആക്ഷനിലേക്ക്. ഇത്രയൊക്കെ സ്നേഹം എനിക്ക് താങ്ങാൻ പറ്റില്ല കേട്ടോ. പോവാൻ ജാഫ്രിക്ക. പോട്ടെ ജാഫറെ. ഡാഡി ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. ഞാൻ നിന്റെ അമ്മയുടെ അയ്യോ, ഡാഡിയുടെ മമ്മി. വെറുതെ ചന്തേ കൂടി ഗുണ്ടായിസം കാണിച്ചടന്ന് ആശാനെ പിടിച്ച് കൊരങ്ങാക്കി. ഹലോ, ആരാ അടിച്ചതിന്റെ ഷേപ്പ് മാറ്റിക്കളെ. പീറ്ററാ, പീറ്ററെ മനസ്സിലായടാ. എന്റെ വണ്ടി മൊത്തം പോയടാ. സ്ഥലമോ നല്ലടി കിട്ടും. നമുക്ക് പോവാം. വണ്ടി എടുക്കും.
പോവാന്നോ? കുഴപ്പമില്ലടാ, അവിടെ നമുക്ക് കത്തിച്ചൂടാ. சும்மா பிரச்சனை பண்ணிட்டு இருக்கிறீங்க. സൂചേട്ട ഒരാളെ കൊന്നല്ലേ? സൂചേട്ട ചേട്ടാ സൂചേട്ടാ കുഞ്ഞായി വരണ തോർത്തപ്പോ നമുക്ക് വരണ്ടാർന്നടാ. എടാ സുജിത് കുമാറില്ലേ, അയാൾ വണ്ടി വെച്ചിട്ട് ഞാൻ കൊടുത്തില്ലടാ. അയാൾ പ്രാഗീതാണ്, ഉറപ്പാണ് അയാൾ പ്രാഗീതാണ്. ചേട്ടാ അച്ഛൻ അങ്ങനൊന്നും ചെയ്യത്തില്ല. അയാൾ പ്രാഗൂടാ, അയാൾ പ്രാഗിപ്രാഗിയാണ് ഞാൻ ഇരിക്കുന്നത്. ചേട്ടാ എടാ അമ്മ ചോറിനെ തന്നിട്ട് അച്ചാറില്ലടാ, അത് നമ്മൾ ടച്ചിങ്സ് ആയിട്ട് കഴിച്ചില്ലടാ, അതിന്റെ ശാപോടാ അമ്മ. ചേട്ടാ എടാ അവര് വരൂടാ, അവര് വരും. മായനദിൽ മാത്രമേ പിടിച്ചോണ്ട് പോയിട്ട് എന്നെ കാട്ടിക്കൊണ്ട് വെടിവെച്ച് കൊണ്ടുകൂടാ. മായാനദിയാ? ചേട്ടാ സൂചേട്ടാ ഇത് പിടിച്ചേ, ചേട്ടാ കരയല്ലേ? സൂചേട്ടാ കരയല്ലേ? ഞാൻ കറിയൂലടാ, ഞാൻ കറിയൂല. ആര് കറിയാണ്? സുഖം പണ്ടേ തീരുമാനിച്ച കറിയുന്നത്. ചേട്ടാ എഴുന്നേറ്റെ, സൂചേട്ടാ എഴുന്നേറ്റെ. താക്കോലും കടി, ഞാൻ വണ്ടി എടുക്കാം, നമുക്ക് പോവാം. വാ വാ. വേണ്ട വേണ്ട, ഞാൻ എടുത്തോളാം വണ്ടി. വാ. ചേട്ടാ കരയല്ലേ? എന്താണത്? ഇത് രാജസ്ഥാനിലെ രാജാവ് സാറേ. വിഗ്രഹത്തോലാണോടാ? ഏയ് സാർ, ഇത് പ്ലാസ്റ്റർ പാരിസ് വെച്ച് ഉണ്ടാക്കണാണ് സാർ. അമ്മ സത്യം, ഇവനൊറ്റക്ക് മേടിച്ചാണ് സാറേ. ലൈസൻസ് കൊണ്ടുവാ. ലൈസൻസ് ലൈസൻസ് എടുത്തടാ ബാഗിൽ നിന്ന്. അയ്യോ എടാ, ലൈസൻസ് ലോഡ്ജിൽ നിന്ന് മേടിച്ചിടടാ. അയ്യോ എന്ത് ചെയ്യും? എന്താടാ വിളിക്കുന്നു? ചെല്ല്. സാറേ, ഈ ലൈസൻസ് ഇല്ലാത്തതിന് പിഴ എത്രേ? ബാക്കി എന്റെ പൈസ ഇല്ല, വേണമെങ്കിൽ ചായ അടിച്ചു തരാം. ഇവിടെ ഗൂഗിൾ പേ അല്ലേ ഉള്ളൂ. ചായ കുടിക്കാൻ നല്ല ചൂട് ചായ, ചന്ദ്രന്റെ നല്ല ചൂട് കടികൾ. എനിക്ക് ഈ പ്രശ്നം വയ്യ. എനിക്ക് ഞാൻ വല്ല കമ്മീഷൻ ഓഫീസിൽ പോയിട്ട് കീഴടങ്ങാൻ പോവാണ് ഞാൻ. പോലീസ് സൂചേട്ടാ നമുക്ക് ലോഡ്ജിൽ വിളിച്ചിട്ട് അവിടെ പോലീസ്. സൂചേട്ടാ നമുക്ക് ആ ലോഡ്ജിൽ വിളിച്ചിട്ട് അവിടെ പറയണോന്ന്. സൂചേട്ടാ അവിടെ പോലീസ് വന്നിട്ടുണ്ടെങ്കിലല്ലേ പ്രശ്നമുള്ളൂ. ചേട്ടാ രണ്ട് ബൂസ്റ്റ്, രണ്ട് അവിടെ പോലീസ് വന്നിട്ടുണ്ടല്ലേ പ്രശ്നമുള്ളൂ. അതെ വേണ്ട കേട്ടോ, അവിടെ പോലീസ് വന്നിട്ടുണ്ടെങ്കിലല്ലേ പ്രശ്നമുള്ളൂ. നമുക്ക് സൂചേട്ടന്റെ ഫോണിൽ നിന്ന് ലോഡ്ജിലോട്ടൊന്ന് വിളിച്ചു നോക്കാം. എടുക്കണ ബൂസ്റ്റ് മേടിച്ചില്ലേ പിന്നെ സൂചേട്ടാ. ഹലോ ഹലോ மேரி லோட் தானே? ஆமா மரிலாஜ் தான், சொல்லுங்க. ഞാൻ ലിംഗസ്വാമി പേசுறேன். சின்னலிங்கமா பெரியலிங்கமா? ഒരു ആവറേജ് ആവറേജ് ரூம் இருக்கா? ரூமா? இங்க போலீஸ் பிரச்சனை ஓடிட்டு இருக்குது, அப்புறமா ஃபோன் பண்ணுங்க. ഇത് പിടിച്ചേ. സൂചേട്ടാ
സിമ്മൂരി കാട്ടിക്കളഞ്ഞിട്ട് ഫോൺ എടുത്ത് തോട്ടിലെറിഞ്ഞു. അവിടെ മൊത്തം പോലീസാ. കഷ്ടകാലം എല്ലാരും തലയിലാണ്. എന്തൊരു നെറ്റ് കൂടി ഉണ്ട്, എന്തൊരു നെറ്റ് ഉറപ്പായിട്ടും പോയിട്ടും. വണ്ടി കയറി. ഇത് നമ്മുടെ നിൽക്കും തോന്നില്ല. വാ നമുക്കൊരു സ്ഥലം വരെ പോവാം. എനിക്കൊരു കൊച്ചനുണ്ട്, തങ്കു. ഓ, നിനക്ക് ഈ സമയത്ത് തന്നെ അമ്മായിയുടെ കൊച്ചന്റെ അടുത്ത് വിരുന്നിനോണോ അല്ലേ? ഞാൻ ജയിലിൽ പോയിക്കോട്ടെ. ചേട്ടാ ഇത് അങ്ങനല്ല, ബിൽഡപ്പ് ഉണ്ട്. തങ്കു കൊച്ചൻ. ഞാൻ കുറച്ച് നാൾ അദ്ദേഹത്തിന്റെ കൂടെ ആയിരുന്നു. ഒരു എക്സ് ഗുണ്ടയാണ്, പക്ഷെ ഇപ്പോ ലീഗൽ കൺസൾട്ടന്റ് ആണ്, നിയമോപദേശകൻ. ലൂപ്പ് ഹോൾസ് കിട്ടാൻ വേണ്ടി സുപ്രീം കോർട്ട് വക്കീൽ വരെ പുള്ളിയെടുത്ത് വരാറുണ്ട്. നമ്മുടെ സുഖിച്ചേട്ടൻ്റെ പ്രശ്നത്തിന് പുള്ളി കറക്റ്റാണ്. ഗുണ്ട ആക്ടിപ്പെടുത്തി നാട് കടത്തിയതാ. പക്ഷെ പുള്ളി കായലിലൊരു ബോട്ടിലാ താമസം. കരയിൽ വന്നാലല്ലേ അറസ്റ്റ് ചെയ്യാൻ വകുപ്പുള്ളൂ. തങ്കു കൊച്ചൻ. എന്നാലും പട്ടീസ് കൊണ്ട് ഒരാളെ തട്ടുക എന്നൊക്കെ പറഞ്ഞ ഭയങ്കരം. തങ്കു കൊച്ചൻ, കേസിന്റെ കാര്യം പറ. കേസിന്റെ കാര്യം 1 മാസം കൊണ്ട് നിന്നെ പോലീസ് പൊക്കും. ഇവനെന്റെ പിൻഗാമിയാവണ്ടോനാ. കറക്റ്റ് സമയത്ത് അച്ഛനവനെ മാറ്റിക്കളഞ്ഞു. കുഴപ്പമില്ല, നല്ല സ്ഥലത്താ എത്തിയേക്കുന്നത്. ഇട്ടത് ക്യൂ നോട്ടാണോ കെ നോട്ടാണോ? ക്യൂ ആണോ കെ ആണോ ഇട്ടത്? ക്യൂ ആണ്. തങ്കു കൊച്ച, കേസിനെ പറ്റി എന്തെങ്കിലും സംസാരിക്കും. എടാ ഇപ്പൊ പഴയതുപോലെ അല്ല, പോലീസ് ഭയങ്കര സ്ട്രോങ്ങാ. അവരിത് എപ്പോ പൊക്കിന്ന് ചോദിച്ചാൽ മതി. മാത്രം നിന്റെ ലൈസൻസ് ബുക്ക് അവിടെ കൊണ്ടുവച്ചിരിക്കല്ലേ? സോറി കേട്ടോ. ക്ലീൻ ആയിട്ട് ചെയ്യണ്ടാ. പിന്നെന്തിനാ ഈ 1 മാസം? എടാ ഈ തട്ടിപ്പോയ പോലെ അഡ്രസ് ഇല്ലാത്തവനാണെങ്കിൽ ഇത് ട്രാഫിക് പോലീസിന്റെ ടേബിളിൽ കിടന്ന് കറങ്ങും. അതിനാ ടൈം. അവിടെ നിന്ന് ക്രൈം സെല്ലിലെത്തിയ 5 ദിവസം പോലീസുകാർ നിന്റെ വീടിന്റെ ഉമ്മറത്ത് വന്ന് നിൽക്കും. രക്ഷപ്പെടാനൊരു വഴിയില്ലേട്ടാ. ലൈസൻസ് എടുത്താല നീ അങ്ങോട്ട് ചെന്ന് പിടി കൊടുത്തില്ലേ 1 മാസം സമയം കിട്ടും. അതിപ്പോ അല്ലാതെ വേറെ മാർഗമൊന്നും ഞാൻ കാണുന്നില്ല. അണ്ണാ ടൈമായി. പട്ടി, തെണ്ടി, കള്ളയവരാതി, തറനാറി നായിന്റെ മക്കളെ, നല്ല നമസ്കാരം. അപ്പൊ ഫ്രണ്ട്സ്, എന്നെ നാട് ഘടകടത്തിന്ന് വീപ്പിളക്കി നടക്കുന്ന പോലീസുകാരെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള മറ്റൊരു എപ്പിസോഡുമായി തങ്കു വീണ്ടും എത്തിയിരിക്കുകയാണ്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാ, നിങ്ങളുടെ പോലീസ് സ്റ്റേഷന്റെ തൊട്ട് പുറകിൽ. ധൈര്യം ഉണ്ടെങ്കിൽ വന്ന് പിടികളാ പന്നീന്റെ കുഞ്ഞുങ്ങളെ. ഇതുപോലുള്ള ഗംഭീര വീഡിയോകൾക്കായി ഈ ചാനൽ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമുക്കാൻ മറക്കല്ലേ. പോലീസ് പിടിക്കാതിരിക്കാനാണ് മാർഗമില്ലാത്തുള്ളൂ. ശിക്ഷയിൽ അളവ് വരുത്താൻ ഒരു മാർഗമുണ്ട്. സൂപ്പർ ക്ലീഷയാ. ഭ്രാന്ത് അഭിനയിക്കാൻ വല്ലതുമാണോ? അബ്സല്യൂട്ട്ലി കറക്റ്റ്. വലിയ ആളെ സൂചന. ചേട്ടാ, ജസ്റ്റ് ഒന്ന് ബോട്ട് അടുപ്പിക്കാവോ? ഇറങ്ങാനായിരുന്നു. നീന്തൽ അറിഞ്ഞൂടാ. ഈ ലോകത്തിൽ ഏത് അഡ്വക്കേറ്റ് എടുത്ത് പോയാലും നീ രക്ഷപ്പെടില്ല. ഇതെന്റെ കോൺഫിഡൻസ് അല്ല, എക്സ്പീരിയൻസാ. ഞാൻ പറഞ്ഞു IPC Section 84. An act of a person of unsound mind. Nothing is an offensive which is done by a person who, at the time of doing it, by reason of unsoundness of mind, he is capable of knowing by the nature of things, or that he is doing is either wrong or contradictory to law. Okay. ഞാൻ പറഞ്ഞ കൺവിൻസ് അല്ലേ സൂചേട്ടാ? തങ്കു കൊച്ചാ, ഇതപ്പോ എവിടുന്ന് കിട്ടും? എടാ എനിക്കറിയാവുന്ന ഒരു സ്ഥലമുണ്ട്, നിങ്ങൾ അവിടെ പോയാൽ മതി. പിന്നെ നീ കൊന്നിട്ട് വന്നൊന്നും പറയാൻ നിൽക്കണ്ട. ഭ്രാന്ത് ഉണ്ടായിട്ട് മാറിയവർക്ക് ഗവൺമെന്റിന്റെ ഒരു വായ്പാ പദ്ധതി ഉണ്ട്, സാമൂഹ്യ നീതി വകുപ്പിന്റെ. അത് കിട്ടാനെന്ന് പറഞ്ഞേച്ചാൽ മതി. അയാൾ പറഞ്ഞിട്ട് ഒക്കെ കേട്ടാ അവിടെ നിൽക്കണം. പറഞ്ഞിരുന്നോട്ടാ. വിദ്യുത് മാനസികാരോഗ്യ കേന്ദ്രം പ്രകൃതിയോടിണങ്ങി മനസ്സിനെ കുതിർത്ത് ചികിത്സിക്കുന്ന കേരളത്തിലെ ഒരേ ഒരു മാനസികാരോഗ്യ കേന്ദ്രം. യോഗാചാര്യൻ വിദ്യുത് മോഹൻ തന്റെ തന്നെ ഓർമ്മയ്ക്കായി തുടങ്ങിയ ഈ ക്ലിനിക്കിന്റെ വളർച്ചയിൽ നിങ്ങളും ഭാഗമാകൂ. ബി മെന്റൽ ബട്ട് നെവർ ബി ജഡ്ജിമെന്റൽ. എടാ, പുള്ളി തരുമോ? തങ്കു കൊച്ചൻ പറഞ്ഞില്ലേ, അപ്പൊ എന്തായാലും കിട്ടും. വേറൊന്നുമില്ല, എന്റെ സമയം നല്ല സമയമുള്ള. ശരി
സാർ ഈ സാമൂഹ്യ നീതി വകുപ്പിന്റെ ഒരു ലോൺ കിട്ടാൻ വേണ്ടിയാ ചേട്ടന്. സർട്ടിഫിക്കറ്റ് ഞാൻ തരാം. താങ്ക് യു സാർ, താങ്ക് യു. ഡോക്ടറെ സുഖുവിന്റെ ജീവിതം ഡോക്ടറോട് ഒന്നും കിടപ്പില്ല. മരണം വരെ. ഇനി മരിച്ചാലും അപ്പോ 10 ദിവസം ചികിത്സയിൽ കഴിയേണ്ടി വരും. അയ്യോ എനിക്കതിന് അസുഖമൊന്നുമില്ല. അസുഖമില്ലെങ്കിൽ പിന്നെ എന്തിനാ സർട്ടിഫിക്കറ്റ്? സൂചേട്ടാ എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചേക്ക്. വീട്ടിൽ പോയിട്ട് അവരെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കോളാം. നീ ചുമ നിർത്തി. ഈ പകരത്തിന് ആരെങ്കിലും നമുക്ക് നിർത്താൻ പറ്റുമോ? ഇല്ല ഇല്ല ഇല്ല, സൂചേട്ടൻ നിൽക്കും, സൂചേട്ടൻ നിൽക്കും. രണ്ടുപേരൊന്ന് മാറുന്നേ. യൂണിഫോം തരാട്ടോ. അപ്പോയിക്കോ.